പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അധികാരത്തെക്കുറിച്ചാണ്. നമുക്കതൊന്ന് വായിക്കാം. 13-ാം അധ്യായം 1 മുതൽ. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക. നിനക്ക് അവനിൽ നിന്ന് ബഹുമതിയുണ്ടാകും. എന്തെന്നാൽ അവൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണവൻ. ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ. എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. അധികാരത്തോട് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ അകൽച്ചയും വെറുപ്പും എന്നത്തേക്കാൾ കൂടുതലായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു 50 or 60 വർഷം മുമ്പ് അധികാരികളെ പലപ്പോഴും ഏറ്റവും വിധേയത്വത്തോടു കൂടിയിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകർ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിൻ്റെ വാക്കുകൾ നടപ്പാക്കുന്നവർ എന്ന രീതിയിൽ ആളുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ കാലങ്ങളെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. ചിന്താഗതികൾ മാറിമറിഞ്ഞു. അധികാരത്തോടുള്ള വിധേയത്വം തീർത്തും ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ അധികാരം തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. ഒരുതരം അനാർക്കിസ്റ്റ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സഭാ സമൂഹമാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും സിവിൽ സമൂഹമാണെങ്കിലും ഒരധികാരി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് സമൂഹത്തിൽ? നമ്മുടെ ഈ സമൂഹം നിലനിൽക്കുമോ? ഈ ചോദ്യം നമ്മൾ ഓരോ നിമിഷവും ചോദിക്കണം. അധികാരികൾ ദുഷ്ടന്മാരുണ്ടാകാം, നല്ലവരുണ്ടാകാം, അങ്ങനെ പലതരത്തിലുണ്ടാകാം. ഏത് തരത്തിലായാലും ഒന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സഭയുടെ കാര്യമെടുക്കുക. സഭയുടെ അധികാരസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ എന്നും ഉണ്ടാകാറുണ്ട്. ഇന്നുമുണ്ടത് അതേക്കുറിച്ച്. അതിനകത്ത് 2 വശമുണ്ട്. നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അധികാരം, ഈ അധികാരി അല്ല, പ്രത്യേക അധികാരം അത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഒരധികാരിയെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഒരു ജനാധിപത്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഭരിക്കാൻ പോകുന്നു. പക്ഷേ അതാരായാലും അയാൾക്ക് ലഭിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെയാണ്. ശരിയാണ്, നമ്മൾ ജനാധിപത്യത്തിൽ ജനമാണ് അധികാരം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച് ആ അധികാരം എന്ന് പറയുന്നത് ആ ദൈവികമായ സംവിധാനത്തിൻ്റെ ഭാഗമാണത്. അതൊരു പക്ഷേ രാജാവായിരിക്കാം, അല്ലെ പ്രസിഡൻ്റായിരിക്കാം, പ്രധാനമന്ത്രിയായിരിക്കാം, അല്ലെ ഏതാനും പേര് കൂടിച്ചേർന്ന് ഭരിക്കുന്ന ഒരു സംവിധാനമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ.
ആ അധികാരം എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുമ്പോഴേ നമുക്ക് ആ സമൂഹത്തിൽ നന്മയുണ്ടാവുകയുള്ളൂ. സഭാസമൂഹം നമുക്കറിയാം. സഭാസമൂഹത്തിൽ നേതൃത്വത്തെ തകർക്കാനായിട്ട് ഉള്ള പരിശ്രമങ്ങളാണ് എല്ലാവരും നടത്തുന്നതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ തകർച്ച പൂർണ്ണമാകും. അതോടുകൂടി ആ സഭാസമൂഹം ശിഥിലമായി പോവുകയും ചെയ്യും. കുടുംബത്തിൽ മക്കളോർക്കും പപ്പ ഇല്ലെങ്കിൽ എന്തോ ഒരു സന്തോഷമായിരുന്നു. പപ്പ ഉള്ളത് കൊണ്ട് ഒരു സ്വാതന്ത്ര്യമില്ല. പപ്പ ഉള്ളത് കൊണ്ട് എങ്ങോട്ടും ഒന്ന് പോകാൻ പറ്റുകയില്ല. പപ്പ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നൊന്നും മേടിക്കാൻ പറ്റുകയില്ല. അങ്ങനെ പപ്പ സകലവിധ അസ്വാതന്ത്ര്യത്തിൻ്റെയും അധികാര ദുരുപയോഗത്തിൻ്റെയും പ്രതീകമായിട്ട് മാറുന്നു മക്കളുടെ മനസ്സിൽ. അങ്ങനെ തോന്നിയ ഒരാൾ ബൈബിളിലുണ്ട്. കർത്താവ് പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിലുണ്ട്. അവനെല്ലാം സുഖസൗകര്യം ഉണ്ടായിരുന്നു. പണത്തിന് പണം, ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, ജോലിക്കാർക്ക് ജോലിക്കാർ, താമസ സ്ഥലം ഇഷ്ടം പോലെ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അവന് തോന്നി ശരിയല്ല, ഈ അപ്പൻ ശരിയല്ല. അപ്പനില്ലായിരുന്ന ഒരവസ്ഥയിലേക്കായിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അപ്പനില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി കളയാം. പോവുകയാണ് അവൻ. അപ്പനോട് പറഞ്ഞു, അപ്പ എൻ്റെ വീതം തന്നേക്കുക. അപ്പൻ്റെ മനസ്സിൽ ചിന്തിച്ചോന്ന് അറിഞ്ഞുകൂടാ, ഇവൻ എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ, എന്നിട്ടാണ് ഇവന് വീതം ചോദിക്കുന്നത്. അപ്പൻ ഏതായാലും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ വീതമൊക്കെ കൊടുത്തു. അവൻ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. പോയിട്ട് അവൻ എന്താ ചെയ്തത്? ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു, അല്ലെ ദുരുപയോഗിച്ചു. ഇഷ്ടംപോലെ ചിലവാക്കി. പക്ഷെ നമുക്കറിയാം, ഒരു പാത്രത്തിൽ നിന്ന് എടുക്കും തോറും അതിനകത്ത് ഇട്ടില്ലെങ്കിൽ പാത്രം പെട്ടെന്ന് കാലിയാകും. ഇത് തന്നെയാണ് ഇവന് സംഭവിച്ചത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, മദ്യപാനം നടത്തി, വേശ്യകളുടെ കൂടെ പോയി കാണാം. അതാണ് ചേട്ടൻ പറഞ്ഞത്, നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ജീവിച്ചു, കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ. അവസാനം പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരവനെ ഇട്ടിട്ട് പോയി. പിന്നെ അവന് ജീവിക്കണ്ടേ, എന്തെങ്കിലും ഒരു ജോലി. അങ്ങനെ പോയി അവനൊരു പന്നിയെ മേയ്ക്കുന്ന ജോലി കിട്ടി. ഒരു യഹൂദനെ സംബന്ധിച്ച് അതിലും ഭേദം മരിക്കുകയാണ്. കാരണം പന്നി അവർക്ക് നികൃഷ്ട ജീവിയാണ്. അങ്ങനെയുള്ള ഒരു ജീവിയെ മേയ്ക്കാനായിട്ട് അവന് ജോലി കിട്ടി. അതിലേറെ ഈ പന്നിയെ വളർത്തുന്നവർ സ്വാഭാവികമായിട്ട് ഇസ്രായേൽക്കാരായിരിക്കുകയല്ല, അവർ പുറജാതിക്കാരായിരിക്കും. കാരണം ഇസ്രായേൽക്കാർ മിക്കവാറും പന്നിയെ വളർത്തുകയില്ല. ഇതൊരു സമറിയക്കാരനായിരിക്കണം. കാരണം സമറിയക്കാർ പന്നിയൊക്കെ വളർത്തുന്നവർ. അവർ യഹൂദന്മാരുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ശത്രുക്കളായിട്ട് കണ്ടിരുന്നവരാണ്. അപ്പോൾ അവസാനം ഇവൻ എന്ത് പറ്റി? ഇവൻ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോയിട്ട് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ അവരൊക്കെ ശത്രുവായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ ജോലി എടുക്കേണ്ടി വരും. അതും ഏത് ജോലി? ഏറ്റവും നികൃഷ്ടമായിട്ട് കരുതിയിരുന്ന പന്നിയെ മേയ്ക്കുന്ന ജോലി. അങ്ങനെ അവൻ പന്നിയെ മേയ്ക്കുകയാണ്. അങ്ങനെയെങ്കിലും വയറ് നിറയ്ക്കാവും. പക്ഷേ അവന് ഭക്ഷണം കിട്ടിയില്ല. അവസാനം ഈ പന്നിക്ക് തവിടുമൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ഇവൻ കുറേശ്ശെ കട്ട് തിന്നാമെന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. അതും കിട്ടുന്നില്ല. കാരണം പന്നി മിച്ചം വെച്ചിട്ട് വേണമല്ലോ ഇവന് കിട്ടാൻ. അപ്പോഴാണ് അവന് സുബോധമുണ്ടായി എന്ന് ബൈബിൾ പറയുന്നത്. അവന് സുബോധമുണ്ടായി. അപ്പോഴാണ് അവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവന് ഓർമ്മ വരുന്നത്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ജോലിക്കാരുണ്ട്, ഇതിലും നല്ല സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ച് സ്വതന്ത്രമായിട്ട് നടക്കുന്നവർ. ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് മരിക്കുന്നു. അവൻ പറഞ്ഞ് ഞാൻ ഏറ്റു പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ തീരുമാനിച്ച് പോവുകയാണ്. അവനങ്ങനെ പോകുന്നു. അപ്പോൾ അപ്പനോട് പറയേണ്ട കാര്യമൊക്കെ മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചു. അവിടെ ചെന്നിട്ട് അപ്പനോടൊന്നും പറയേണ്ടി വന്നില്ല. അപ്പം വേഗം അവനെ സ്വീകരിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു രണ്ടാമതൊരു കഥാപാത്രമുണ്ട്, ഈ ധൂർത്തപുത്രൻ്റെ ചേട്ടൻ. അവൻ വയലിൽ നിന്ന് പണിയെല്ലാം കഴിഞ്ഞ് വരികയാണ്. അപ്പോഴാണ് ഇവിടെ വീട്ടിലാകെപ്പാട് ബഹളം, ചെണ്ട, മേളം, ബാൻഡ്, പാട്ട്. അവൻ ചോദിച്ചത് എന്താ കളി? അപ്പോൾ ഒരു വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു, അതെ നിൻ്റെ അനുജൻ അവനിങ്ങനെ പുറപ്പെട്ടു പോയായിരുന്നല്ലോ, അവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കിട്ടിയത് കൊണ്ട് അപ്പൻ സദ്യ ഒരുക്കുകയാണ്. ഉടനെ ഇവന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, അപ്പൻ പുറത്തേക്ക് ഇറങ്ങി, ഇവൻ അകത്തേക്ക് കയറിയില്ല. പണിക്കാരൻ ചെന്ന് പറഞ്ഞു കാണും, അപ്പോൾ ഇവൻ വരുന്നില്ല, അതുകൊണ്ടൊന്ന് ചെന്ന് പറയാൻ പറഞ്ഞു കാണും. ഉടനെ അപ്പൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ വാ, അകത്ത് കയറാം, ആഘോഷമല്ലേ നമ്മൾ. അവൻ പറ്റുകയില്ല. കാരണം എന്താണ്? വേശ്യകളുടെ കൂടെ പോയി കിടന്ന നിൻ്റെ ഈ മകൻ, എൻ്റെ സഹോദരൻ എന്നല്ല, നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ അവന് വേണ്ടിയിട്ട് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു. ഞാൻ ഇത്രയും കാലം ഒരടിമയായിട്ട്
നിനക്ക് വേണ്ടി പണിയെടുത്തിട്ട് എൻ്റെ കൂട്ടുകാരോട് സന്തോഷിക്കാൻ ഒരാട്ടിൻകുട്ടിയെ നീ തന്നില്ലല്ലോ. അപ്പം പറഞ്ഞു, മകനെ, ഇവിടെയുള്ള എല്ലാം നിൻ്റേതല്ലേ, നിനക്ക് കഴിക്കാൻ പറ്റുമല്ലോ, എല്ലാം ഉപയോഗിക്കാൻ പാടില്ലേ. അവൻ ദേഷ്യപ്പെട്ട് വീട്ടിനകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സന്തോഷവും സ്വാതന്ത്ര്യവും അനുഭവപ്പെട്ട ധൂർത്തപുത്രൻ്റെ ചേട്ടന് എല്ലാമുള്ള അവസ്ഥയിൽ അടിമയെപ്പോലെ തോന്നുന്നെങ്കിൽ അതാരുടെ കുറ്റമാണ്? കുറ്റം അവൻ്റെ തന്നെയാണ്, വേറെ ആരുടെയുമല്ല. ആ കുറ്റം ഇളയവനുണ്ടായിരുന്നു, ധൂർത്തപുത്രനുണ്ടായിരുന്നു, അവൻ പോയപ്പോൾ. പക്ഷെ ഇപ്പോൾ അവന് സുബോധം വന്നു. പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കുക, ഈ നമ്മളുടെ അധികാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പലപ്പോഴും ശരിയാവണ്ണം രൂപപ്പെടുത്തിയില്ലെങ്കിൽ ഈ ധൂർത്തപുത്രന് പറ്റിയതുപോലെയും അവൻ്റെ ചേട്ടന് പറ്റിയതുപോലെയും ഒക്കെ പറ്റിയെന്ന് വരാം. അപ്പൻ എന്ന സ്ഥാനം അത് ദൈവത്തിൻ്റെ ദാനമാണത്. അപ്പൻ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നു. എൻ്റെ അപ്പനെ ഞാൻ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും അപ്പനില്ല ഞാൻ ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പനെ മറന്നിട്ട് ഞാൻ പോകാൻ പാടില്ല. അപ്പൻ്റെ അധികാരത്തെ ഞാൻ മാനിക്കണം, അമ്മയുടെ അധികാരത്തെ മാനിക്കണം, യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്? ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഇനി അപ്പൻ ചിലപ്പോൾ ശിക്ഷിക്കും, ഉറപ്പായിട്ട് ശിക്ഷിക്കും. എന്തിനാണ് അവൻ വാൾ ധരിച്ചിരിക്കുന്നത്? അവൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. ആ അർത്ഥത്തിൽ ദൈവം നേരിട്ട് വന്ന് ശിക്ഷിക്കേണ്ടതാണ്. അതിന് പകരം അത് അപ്പനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. നീ നിയമം അനുസരിക്കുകയാണെങ്കിൽ നിനക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നിന്നെ ഒന്നും ചെയ്യല്ല. നേരെ മറിച്ച് നീ അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ, നിയമം ലംഘിക്കുകയാണെങ്കിൽ അപ്പൻ്റെ വാൾ പ്രയോഗിക്കും. അത് വെറുതെയല്ല. അപ്പം അപ്പനല്ലേ എന്നോട് അങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പിതാവിനൊരു കരുണയൊക്കെ വേണ്ട. നമ്മൾ കരുണ വേണം, തീർച്ചയായിട്ടും വേണം. അതേ സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്നെ ഒരു വാൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തെങ്കിൽ ശിക്ഷിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് കുറ്റം ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കേണ്ടത് ആരാണ്? അത് കുറ്റം ചെയ്തവരാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. അപ്പോൾ ഈ അധികാരികൾ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരും അതിൽ പരിഭവം കാരണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശിക്ഷകൾ നൽകും. അത് നേരിട്ടല്ല, ഈ അധികാരികളുടെ ആണെന്ന് മാത്രം. അപ്പോൾ ഏത് രീതിയിലുള്ളൊരു മനോഭാവമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഭാധികാരികളോടാണെങ്കിലും വീട്ടിലെ അധികാരികളാണെങ്കിലും വെച്ച് പുലർത്തേണ്ടത്? ദൈവം നമ്മളെ നേർവഴിക്ക് നയിക്കാനായിട്ട് തന്നിരിക്കുന്ന വഴികാട്ടികളാണ്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റിപ്പോയാൽ ചിലപ്പോൾ ശിക്ഷിച്ച് തന്നെ കൊണ്ടുവന്നെന്ന് വരും. ഞാൻ ഈ വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചുരം കടന്നു പോകണം. നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ ചുരം കണ്ടിട്ടുണ്ടാകും. ഈ ചുരത്തിൻ്റെ വശത്തുള്ള മതിലുകളിൽ എപ്പോഴും ധാരാളം കുരങ്ങുകൾ കാണും. ചിലപ്പോൾ അമ്മക്കുരങ്ങുകൾ കുട്ടിക്കുരങ്ങിനെ ഇങ്ങനെ ചങ്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ കുട്ടിക്കുരങ്ങ് ചിലപ്പോൾ കളിച്ച് എന്ത് ചെയ്യും? അടുത്തിരിക്കുന്നതിനുമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ ഈ അമ്മയുടെ ഈ വയറ്റത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്നോണ്ട് തന്നെ ഒരു കൈ കൊണ്ട് അവൻ മറ്റവൻ്റെ മുഖത്ത് മാന്തും. കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ആദ്യം ഇടയ്ക്കൊക്കെ കൈ കൊണ്ട് അവൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കുരങ്ങും പിന്നെയും കളിക്കുകയാണ്, എന്ത് ചെയ്യും? അമ്മ പിടിച്ച് ഒറ്റ വലിയ അങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് ആ പിടിച്ചിരുത്തും അവിടെ. മൃഗം പോലും അത് ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കുക, എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്? കുട്ടിക്കുരങ്ങിൻ്റെ കൈക്ക് വേദന എടുക്കും, അമ്മയ്ക്ക് അറിയാതെ. പക്ഷേ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഒറ്റ വലി, പിന്നെ അമ്മ അങ്ങോട്ട് കൈ വെക്കുകയില്ല. ഇത് തന്നെയാണ് ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയല്ല, ആരെയും നശിപ്പിക്കാൻ വേണ്ടിയല്ല. പ്രത്യുത അതെന്തിനു വേണ്ടിയിട്ടാണ്? നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഒരു നേതൃത്വത്തിലുള്ള ഒരു അധികാരി എന്ന് പറയുന്ന ഒരാൾ എല്ലാവരുടെയും നന്മയെ നോക്കണം, ഒരാളുടെ മാത്രമല്ല. അപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൻ വീട്ടിൽ എല്ലാ മക്കളുടെയും കാര്യം നോക്കണം. ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാവരുടെയും നന്മ നോക്കണം, എല്ലാവരുടെയും ഉന്നതി നോക്കണം, അവരെല്ലാവരെയും സംരക്ഷിക്കണം. ഈ ഒരു പ്രക്രിയ ഈ സമൂഹത്തിലുണ്ടാകും, വലിയ സമൂഹത്തിലുണ്ടാകും, സഭാ സമൂഹത്തിലുണ്ടാകും. നമുക്കറിയാം, എന്നെ എല്ലാവരും പിതാവേ എന്ന് വിളിക്കുന്നു. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി മുതൽ
ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വരെ വിളിക്കുന്നത് പിതാവേ എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഏറ്റവും ദുർബലയായ എൻ്റെ മകനോ മകളോ മറ്റുള്ളവരുടെ ഉപദ്രവം സഹിക്കാതെ അലറുമ്പോൾ കരയുമ്പോൾ ഞാൻ ആരെ സംരക്ഷിക്കേണ്ടി വരും? ഇത് വല്ലാത്തൊരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കും. അധികാരികളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വലിയ ധർമ്മസങ്കടങ്ങളുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഇളയ കുട്ടിയെ, ഈ ദുർബലനായ കുട്ടിയെ ഞാൻ സംരക്ഷിക്കേണ്ടി വരും. അവിടെ മൂത്ത കുട്ടി വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അവനത് ചെയ്യരുതായിരുന്നു, അവളത് ചെയ്യരുതായിരുന്നു. ഈ ഒരു സങ്കല്പം എന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അധികാര സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് വാസ്തവത്തിൽ അവരെ നയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് മറക്കാതിരിക്കുക നമ്മൾ. പ്രത്യേകിച്ച് നമ്മുടെ സഭാ നേതൃത്വങ്ങളിൽ ഇതൊക്കെയാണ് സംഭവിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ഒക്കെ സംഭവിക്കുന്ന അതേ കാര്യം തന്നെയാണിത്. അവിടെ ആരും പ്രത്യേകിച്ച് പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥാനം നേടിയെടുക്കാൻ വരരുത്. വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അത് അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. യാക്കോബ് യോഹന്നാനും ഈശോയുടെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരി സലോമിയുടെ മക്കളായിരുന്നതുകൊണ്ട് അവർ രണ്ടുപേരും പ്രത്യേക സ്ഥാനങ്ങൾ ചോദിച്ചു വരികയാണ്. പക്ഷേ അത് നിരസിക്കേണ്ടി വന്നു ഈശോയ്ക്ക്. അവർക്ക് സ്വാഭാവികമായിട്ടും ഈശോയുടെ നീരസം തോന്നിക്കാണും. ഞങ്ങളുടെ കസിൻ അവനിങ്ങനെയാണ് ഞങ്ങളോട് ചെയ്യുന്നത്, ഒരു കുടുംബസ്നേഹം ഇല്ലാത്തവൻ എന്നുള്ള ചിന്തകൾ പലപ്പോഴും ഈ അധികാര സ്ഥാനങ്ങളിലുള്ള ചുറ്റുപാട് നിൽക്കുന്നവർക്കുണ്ടായി എന്ന് വരാം. അത് തെറ്റായ ചിന്തയാണ്. ആർക്കും അവിടെ പ്രിവിലേജ് ഒന്നുമില്ല. നേരെ മറിച്ച് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു നീതി കൊടുക്കുക. നീതി എന്ന് പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ പരാതി അത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അത് നടത്തി കിട്ടണം, നടത്തി കിട്ടിയില്ല എനിക്ക് നീതി കിട്ടിയില്ല. ഇങ്ങനെയാണ് പലരും ചിന്തിക്കുക. എൻ്റെ അടുത്ത് പലപ്പോഴും ഈ രൂപതയുടെ പല സ്ഥാപനങ്ങളൊക്കെ ഉദ്യോഗ സംബന്ധമായിട്ട് ആളുകൾ വരാറുണ്ട് പരാതിയായിട്ട്. എന്താണ് പരാതി? അവർ പറയുന്ന പരാതി ഇതാണ്: എനിക്ക് നീതി കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിക്കും, നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അപ്പോൾ മറ്റേ ആൾക്ക് കൊടുത്തു, എനിക്ക് തന്നില്ല, അത് അനീതി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ നീതി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാവുന്ന കാര്യമല്ല. അത് നേതൃത്വത്തിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ അർഹിക്കുന്നവർ ചിലപ്പോൾ വേറെ കണ്ടെന്ന് വരും, അവർക്ക് കൊടുത്തെന്ന് വരും. അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നീതി അതാണ്. ചിലർ പറയും ഞങ്ങൾ ഒട്ടും സമ്പത്തില്ല, തീർത്തും ദരിദ്ര കുടുംബമാണ്. ചിലർ പറയും എന്താണ്, സ്കൂളിലെ ജോലിയൊക്കെ ആണെങ്കിൽ വയസ്സ് കഴിയാറായി, ഇനിയിപ്പോൾ പ്രായം കഴിഞ്ഞാൽ ജോലി കിട്ടാൻ പറ്റുകയില്ല, കാരണം നിയമം അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, വഴിവിട്ട് ചെയ്യാൻ പറ്റുകയില്ല. വഴിവിട്ട് ചെയ്താൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ വഴിവിട്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് പറ്റും? എന്നോട് നീതി ചെയ്തില്ല, എന്നോട് കരുണ കാണിച്ചില്ല, ഇങ്ങനെയായിരിക്കും പറയുക. അപ്പോൾ ഈ അധികാരികളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കണം, അവരും ചില നിയമങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. വഴിവിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അവരും അതിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണ് പ്രവർത്തിക്കേണ്ടത്. ഞാനൊരു ബിഷപ്പ് എന്ന നിലയ്ക്ക് എനിക്ക് എപ്പോഴും ആ ബിഷപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ചട്ടക്കൂടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് പുറത്ത് പോയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയും എന്നോട് അനീതി ചെയ്തു, അല്ലെ മറ്റേ ആളോട് പക്ഷപാതം കാണിച്ചു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടാകും. അത് നമ്മൾ തീർത്തും ഒഴിവാക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ സിവിൽ സമൂഹത്തെക്കുറിച്ച് എടുക്കുക. നമ്മുടെ സിവിൽ സമൂഹം, അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് ആയാലും അല്ലെ മറ്റ് സംവിധാനങ്ങളായാലും, ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം ഈ സമൂഹത്തെ നയിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ സംവിധാനങ്ങളാണ്. അവിടെ അനീതികളൊക്കെ ഉണ്ടാവാം. എല്ലാ ഭരണാധികാരികളും നല്ലവരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ എല്ലാ സംവിധാനങ്ങളും നല്ലതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ പറ്റുകയില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഈ അധികാരത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നികുതിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ ഏതൊരു രാജ്യത്തായാലും കൃത്യമായിട്ട് നികുതി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഈ നികുതി പണം കൊണ്ടാണ് നമ്മുടെ നാട് വികസിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്നത്. അതേസമയം ആരും നികുതി കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനൊന്നും സർക്കാരിന് പണമുണ്ടാവില്ല. അപ്പോൾ അവർ എവിടുന്നെങ്കിലും കടമെടുക്കും. മിക്കവാറും അന്തർദേശീയ ബാങ്കുകളിൽ നിന്ന്, ലോക ബാങ്കിൽ നിന്നും ഒക്കെ കടമെടുക്കും അവർ. അതിന് പലിശ കൊടുക്കണം.
അങ്ങനെ നമ്മൾ കടക്കണിയിൽ നമ്മുടെ രാജ്യം തന്നെ വീണെന്ന് വരാം. നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അധർമ്മത്തിലൂടെ നേടിയെടുക്കുന്ന പണം അതൊരിക്കലും ശരിയല്ല. നമ്മൾ നികുതി കൊടുക്കാതെ വെട്ടിപ്പ് നടത്തി ഉണ്ടാക്കുന്ന പണം നമുക്ക് അർഹതപ്പെട്ടതല്ല, അത് സർക്കാരിന് അർഹതപ്പെട്ടതാണ്. ഒരു തരത്തിൽപ്പെട്ടാൽ പറഞ്ഞാൽ അത് ഒരുതരം കളവ് തന്നെയാണത്. നമ്മൾ ഒരു പള്ളി പണിയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഈ പള്ളി പണിക്ക് ഞാൻ ചെലവാക്കുന്ന പണം യഥാർത്ഥത്തിൽ സർക്കാരിന് അവകാശപ്പെട്ടത് എന്തെങ്കിലും ഇതിലുണ്ടോ? നികുതി ഞാൻ വെട്ടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള പരിശ്രമത്തിലേക്ക് വരണം. കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു ധാർമ്മികതയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അത് വഴിയും ലക്ഷ്യവും ഒരുപോലെ ആയിരിക്കണം. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ശരിയായ പാതയിലൂടെ ആയിരിക്കണം. നമ്മുടെ ഇടവകയിലെ ജനത്തിന് നന്നായിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പള്ളി പണിയുമ്പോൾ ആ പള്ളി പോലും ധാർമ്മികതയിൽ പണിയപ്പെട്ടതാവണം. ധാർമ്മികതയിൽ പണിയപ്പെട്ടതല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ വിശ്വാസം ശരിയായ രീതിയിൽ വളർന്നു പൊന്തുകയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നമ്മുടെ ശ്രദ്ധ അർഹിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ക്രൈസ്തവർക്ക് സ്വാധീനമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അവരുടെ ധാർമ്മിക സ്വാധീനം ഏറെയൊന്നും മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ലെന്നല്ല എങ്കിലും. അതിൻ്റെ കാരണം എന്താണ്? ഇത് തന്നെയൊക്കെ ആയിരിക്കും. നമ്മൾ ക്രൈസ്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകുന്നുണ്ടായിരിക്കാം. അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ വിശ്വാസമാകി തീരുകയുള്ളൂ. നമ്മൾ നമ്മുടെ പള്ളി പണികൾക്കും അതുപോലെയുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കുമ്പോൾ അതിനകത്ത് കള്ളപ്പണമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? കള്ളപ്പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. കാരണം നമ്മളൊരു നല്ല ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിലേക്ക് നടന്നു പോകുന്ന വഴിയും നല്ലത് തന്നെ ആയിരിക്കണം എന്നതാണ് ക്രൈസ്തവ തത്വം. അല്ല ഏതെങ്കിലും വഴിയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല. അത് എല്ലാവരും തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ പ്രസംഗങ്ങളുടെ, നമ്മളുടെ ഈ തരത്തിലുള്ള ശുശ്രൂഷകളുടെ ഫലദായകത്വം കുറയ്ക്കും. അത് പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയിൽ തെറ്റായിട്ടുള്ള ചിന്താഗതികൾ സൃഷ്ടിക്കും. അതിലൂടെ നമ്മുടെ വിശ്വാസം തന്നെ തകർന്നു പോയി എന്നും വരാം. അതുകൊണ്ട് ഇന്നത്തെ ആ വായനയിൽ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് വിശുദ്ധ പൗലോസ് പറഞ്ഞതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ അധികാരത്തെ നിങ്ങൾ മാനിച്ചേ മതിയാകൂ. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണവൻ. ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസ്സാക്ഷിയെ മാനിച്ച് നിങ്ങൾ വിധേയത്വം പാലിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ നിയമം അനുസരിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലെ അവൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മനസ്സാക്ഷിയെ മാനിക്കുക. അതായത് നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മൾ അങ്ങനെ രൂപപ്പെടുത്തണമെന്നർത്ഥം. ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികൾക്കിത് പറഞ്ഞു കൊടുത്ത് അവർക്കത് അവരുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്തേണ്ട ചുമതലയുണ്ട് നമുക്ക്. ആ മനസ്സാക്ഷി രൂപപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ അവരത് ജീവിക്കാനായിട്ട് ആരംഭിക്കുകയുള്ളൂ. കേവലം നിയമം നടപ്പാക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് ജീവിതത്തിൽ കൊണ്ടുവരികയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ രാജ്യം ഒരുപാട് ഈ തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. ഒരു രാജ്യമാണ്, ഒരു ജനതയാണ്. ഈ ജനതയ്ക്ക് ക്രൈസ്തവരായ നമ്മൾ ആണ് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, അതിനൊരു മാതൃകയായിട്ട് തീരേണ്ടത്. അതിൻ്റെ മുൻ വേദിയിൽ, മുൻ ഭാഗത്തായിട്ട് നിന്ന് അതിനെ നയിക്കേണ്ടത്. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ക്രൈസ്തവ സമൂഹങ്ങളാണ് പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്നത്. ഈ കാര്യത്തിലും നമ്മൾ നിൽക്കണം. നമ്മൾ നിൽക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യണം. ഇത് സാമാന്യജനം മാത്രമല്ല, നമ്മളുടെ ഇടയിൽ നിന്ന് ഉദ്യോഗതലങ്ങളിലേക്ക് പോയിട്ടുള്ളവർ, നമ്മുടെ സഭാ നേതൃത്വം, എല്ലാ തലങ്ങളിലും ഈ ഒരു ചിന്ത കടന്നു വരണം. സത്യസന്ധമായിട്ടുള്ള ആ ഒരു സമീപന ശൈലി നമ്മുടെ സർക്കാരുകൾ ഒരു പക്ഷേ തെറ്റായ നയങ്ങളൊക്കെ നടപ്പാക്കിയെന്ന് വരും. അത് നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ആ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയല്ലെങ്കിൽ നമ്മളുടെ ഈ സാന്നിധ്യം, ക്രൈസ്തവ സാന്നിധ്യം
ലോകത്തിനൊരു പുളിമാവും ഉപ്പും വെളിച്ചമൊന്നും ആവുകയില്ല. നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം നമ്മളായിരിക്കുന്ന ലോകത്ത് നമ്മൾ ഈ അധികാരികളെ മാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തിന് ഉപ്പും പുളിമാവും വെളിച്ചവുമൊക്കെയായി രൂപാന്തരപ്പെടട്ടെ.